കോഴിക്കോട് ജില്ലയിലേക്ക് പോകാം. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുക്കം ഫയർഫോഴ്സും തദ്ദേശ സ്ഥാപനങ്ങളും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തീരത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പും ഒക്കെ നൽകിയിട്ടുണ്ട്. എന്തെല്ലാം അറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? ജില്ലയിലെ സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ? പൂജ തോരാതെ പെയ്യുകയാണ് മഴ. ഇടയ്ക്ക് ശക്തി കുറയുന്നുണ്ടെങ്കിൽ തന്നെയും ബാക്കി സമയങ്ങളെല്ലാം അതിശക്തമായി മഴ പെയ്യുകയാണ്. അത് മലയോര നഗര വ്യത്യാസമില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇരുവഞ്ഞിപ്പുഴയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വൈകിട്ട് ചിത്രീകരിച്ചതാണ്. ഇത് തിരുവമ്പാടിയിലെ ആനക്കമ്പോയിൽ ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശത്ത് നിന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്. വൈകിട്ട്, അതായത് മലയോര മേഖലയിൽ അതിശക്തമായ മഴയുണ്ടായി. തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിന്റെ ദൃശ്യങ്ങളാണ്. ഇതിന് അനുസൃതമായി താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിന് അനുസൃതമായി ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആനക്കാംപൊയിൽ മേഖലയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ്. താഴ്ഭാഗത്ത് ഉള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉള്ള ഒരു ദൃശ്യമാണ്. മുക്കം അഗ്നിരക്ഷാ സേനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആണ് താഴ്ന്ന മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം, ഈ വിധത്തിൽ ജലനിരപ്പ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുന്നുണ്ട്, ജനങ്ങൾക്ക് ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇത് ഇരുവഞ്ഞിപ്പുഴയിൽ മാത്രമല്ല, മറ്റെല്ലാ ജലാശയങ്ങളിലും ഇതേ സ്ഥിതി തന്നെയാണ്. ജലനിരപ്പ് ഉയരുന്നുണ്ട്, മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥിതിയാണ് പൊതുവെ നിലനിൽക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഒരു പൊതു ചിത്രം എടുത്തു നോക്കിയാലും അത് തന്നെയാണ്. അതായത് ഇരുവഞ്ഞിപ്പുഴയിലല്ല, മലയോര മേഖലയിൽ മാത്രമല്ല, തീരദേശ മേഖല എല്ലായിടത്തും അതിശക്തമായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാതാപുരത്ത് വൈകിട്ട് ഒരു വീട് തകർന്ന് വീണതൊക്കെ മഴയുടെ ഒരു ചിത്രം എന്ന വണ്ണം ഉള്ള ഒരു കാഴ്ച കൂടിയാണ്. ഇതുതന്നെയായാലും ജാഗ്രത പാലിക്കണം, ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം, മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.